ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ 17ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എ പേഴ്സൺ ട്രാവൽസ് 400 മീറ്റേഴ്സ് ഇൻ 20 സെക്കൻഡ്സ്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ജേർണി ഇൻ കിലോമീറ്റർ പെർ അവർ. അതായത് നമുക്കിവിടെ ഒരു വ്യക്തിനെ തന്നിട്ടുണ്ട്. അദ്ദേഹം 400 മീറ്റർ യാത്ര ചെയ്യാനായിട്ട് 20 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഗത കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കാണേണ്ടത്? കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് കാണണം. അപ്പം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പി എസ് സിക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസിനുമൊക്കെ റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. നമുക്കിവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 400 മീറ്റർ ആണ്. അതുപോലെ തന്നെ ടൈമും തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വേഗത എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കിതാ ഈ പൂജ്യവും വെട്ടാം. അതുപോലെ തന്നെ നമുക്കിത് വെട്ടുന്ന സമയത്ത് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. പക്ഷേ ഈ 20 എന്ന് പറയുന്നത് എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കിലോമീറ്റർ പെർ അവറിൽ ഇദ്ദേഹത്തിൻ്റെ വേഗത എത്രയെന്നാണ്. അപ്പോൾ മീറ്റർ പെർ അവറിൽ കിട്ടുന്ന വേഗതയെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 20 ഇൻറ്റു 18/5 എത്ര വരും? ഇതാ നമുക്ക് ഇതിന് ഇങ്ങനെ വെട്ടാം. നമുക്ക് 4 വരും. അപ്പോൾ 18 ഇൻറ്റു 4 എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേഗത എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എപ്പോഴും മീറ്ററിനെ കിലോമീറ്റർ ആക്കാനായിരിക്കത്തില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനും ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ കൺവേർഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള വേഗത അത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായി വളരെ എളുപ്പമാണ്. മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേഗത എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായി ഇതുപോലെ തന്നെ കിലോമീറ്റർ പെർ അവർ ഇൻറ്റു എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ഈ 2 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റുന്നതെന്നും അതുപോലെ തന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ അവർ ആക്കി മാറ്റുന്നത് എങ്ങനെയെന്നും പഠിച്ചിരിക്കുക. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമിന് ഒരു ചോദ്യം വരികയാണ്. ആ ചോദ്യത്തിനകത്ത് നിങ്ങളുടെ ഓപ്ഷനിൽ കാണുക 40 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 30, 20, 10. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുക കിലോമീറ്റർ പെർ അവറിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺവേർഷൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. ഇനി സിമിലർലി നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടുക ഒരു 72 കിലോമീറ്റർ പെർ അവറിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഓപ്ഷനിൽ കാണുന്ന ഫുള്ള് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. സിമിലർലി നിങ്ങൾക്ക് ഈ കൺവേർഷൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ അവിടെയും സ്റ്റക്ക് ആയിട്ടിരിക്കും. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ബേസിക് വീഡിയോ ആണ്. അപ്പോൾ ഇതറിയാമെങ്കിൽ മാത്രമേ സ്പീഡ് ആൻഡ് ടൈമിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ പേഴ്സൺ ട്രാവൽസ് 260 കിലോമീറ്റേഴ്സ് ഇൻ 6 hours. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ജേർണി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു വ്യക്തി 216 കിലോമീറ്റർ യാത്ര ചെയ്യാനായി 6 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വേഗത എത്രയാണ്? അത് എന്തിൽ നമ്മൾ പറയണം? മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 216 കിലോമീറ്റർ ആണ്. എത്ര മണിക്കൂർ കൊണ്ടാണ്? 6 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്. 216 എന്ന് പറയുന്നത് എന്താണ്? 6 ക്യൂബാണ്. 6 ആണ് 216 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 6. നമുക്കിത് ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ എന്തായി? 6 36. അപ്പം അദ്ദേഹത്തിൻ്റെ വേഗത കിലോമീറ്റർ പെർ അവറിൽ
36 കിലോമീറ്റർ പെർ അവർ ആണ് അദ്ദേഹത്തിൻ്റെ വേഗത. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുള്ള വേഗതനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? 36 ഇൻറ്റു 5/18 ചെയ്യുക. 36 ഇൻറ്റു 5/18 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിത് വെട്ടിക്കളയാം. നമുക്കിവിടെ 2 വന്നു. 5 2 10. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതറിയാമെങ്കിൽ മാത്രമേ, അതായത് നമുക്ക് ഈ കൺവേർഷനൊക്കെ അറിയാമെങ്കിൽ മാത്രമേ സ്പീഡ് ആൻഡ് ടൈമിൻ്റെ മുന്നോട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഇതോടുകൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിത് തീർക്കുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുക. ഓക്കെ. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.